എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മേത്തി ആലൂന്റെ സബ്ജിയാണ്. മേത്തി ആലു എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങും ഉലുവയില് റൊട്ടിക്ക് പറ്റിയ സബ്ജി. നമുക്കതൊന്ന് കാണാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി. അപ്പം കടുകെണ്ണ നമ്മൾ ഒഴിച്ച് ചൂടായി. കടുകെണ്ണ നമ്മൾ ജീരകം ഇടും. ജീരകം ഇടും, നമ്മുടെ കായം ഇടും, വറ്റൽമുളക് പൊട്ടിച്ചതും, രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചതും സബ്ജി ഉള്ളതിനനുസരിച്ച്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളിട്ട് അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ആവശ്യമില്ല. മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞു ഇതിനെ ഒന്ന് ഇതാവണം, മൂക്കണം. മൂത്തിട്ട് നോക്കട്ടെ. ഇത് നമ്മുടെ മേത്തി നമ്മളിവിടെ പിച്ചി കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇലയും അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇല മാത്രം എടുക്കും. ഇലയെല്ലാം എന്നിട്ട് നല്ലപോലെ ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കും. വിൻ്ററിലൊക്കെ ഡൽഹിയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അത് ആ മേത്തിയില, ഉലുവയില. ഇതിപ്പോൾ മൂത്ത് എന്നിട്ട് നമുക്ക് ഇത് മൂത്ത് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിടാം. ഇതിന് നമ്മൾ അരച്ച് വെച്ചിട്ട് ഇത് വേവണം. ഒരു 80% ഇത് വേവണം. വെന്ത് കഴിയുമ്പോഴേ നമുക്ക് ഉലുവേല മേത്തി ഇടാനൊക്കത്തുള്ളൂ. ഇത് വേവട്ടെ, ആര് വേവട്ടെ, ഉരുളക്കിഴങ്ങ് വേവട്ടെ. നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഇനി നമുക്കത് അരച്ച് വെച്ചിട്ട് വേവട്ടെ. അരച്ച് വെച്ചു വെള്ളമൊന്നും ഒഴിക്കരുത്. തീ കുറച്ചിട്ടേക്കണം, ഏറ്റവും കുറച്ച്. ഇതിപ്പം നമ്മുടെ ആലു നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ വേവണ്ട, കുറച്ച് ഒരു 80% ആയിട്ട് വെന്തിട്ടുണ്ട്. കഴിക്കാൻ പറ്റിയ രീതി. ഒരു 10-5 മിനിറ്റും കൂടെ ഇനി വെച്ചാൽ മതി. ഇത് ഇടാം ഉലുവയില. മേത്തിയിലയും നമ്മൾ ഇനി ഇതിനകത്ത് ഇടുന്നു. ചെറുതായിട്ടൊന്ന് കണ്ടിച്ചായിരുന്നു, ചോപ്പ് ചെയ്തായിരുന്നു. ഒത്തിരി ചെറുതായിട്ടല്ല, ഒരു ഇതായിട്ട്. ഉപ്പ് നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി ആലുവിലിട്ടായിരുന്നു. ഇനിയിപ്പം വേണം ഇതിലും കൂടെ ഇച്ചിരി ആലു ഇടുമ്പോൾ. ഉരുളക്കിഴങ്ങിലിട്ടായിരുന്നു. കുറച്ച് ഇതിനകത്ത് ഇനി ഇച്ചിരി ഉപ്പും കൂടി. നേരത്തെ ഇച്ചിരി ആലുവിലിട്ടായിരുന്നു. അറിയാനൊക്കത്തല്ലേ ഉപ്പ് കൂടി. അതുകൊണ്ട് ആവശ്യാനുസരണമേ ഇടാവുള്ളൂ, ശ്രദ്ധിച്ചേ ഇടാവുള്ളൂ. ഇലവർഗത്തിൽ ഉപ്പ് കൂടും. ഒത്തിരി ഉപ്പെടുത്തിടല്. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്.
ജസ്റ്റ് ഇനി ഒന്ന് ഇലയും ആലുവിൻ്റെ ഒരു 5-10% കൂടെ ഒന്ന് ഇതായാൽ മതി. ഉള്ളിയൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ആലുവൊക്കെ ഇളകി വരുന്നുണ്ട്. ആലു വെന്ത് ഇലയൊന്ന് അമങ്ങി കഴിഞ്ഞിട്ട് മസാല ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പം എന്താണ്ട് കണ്ടില്ലേ, നമ്മൾ 2 കെട്ട് ഉലുവേല മേത്തി എടുത്തായിരുന്നു. മേത്തിയെല്ലാം എടുത്തിട്ട് ഇപ്പം കണ്ടില്ലേ, ശരിയായ ഇപ്പം കണ്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, വേറെ ഒന്നും ഇടണം. അധികം ഇടണ്ട, ശകലം. 1.5 ടീസ്പൂൺ. ഇത് ഇളക്കിയല്ല, പിന്നെ ഈ വെള്ളമൊക്കെ ഇതായി നല്ലപോലെ ഡ്രൈ ആയിട്ട് വരണം. ആവുന്നിടം വരെ അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ചിട്ട് നല്ല ഇതായിട്ട് വരണം. എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഇതായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്യുക. മസാല പിടിക്കട്ടെ, തുറന്ന് തന്നെ വെച്ച് ഇളക്കി ചെറുതായിട്ട് തീ വേണമെങ്കിൽ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടോ. മീഡിയം ഇളക്കി ഇതാക്കിയാണ് ആയി കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതിപ്പോൾ നമ്മുടെ മേത്തി ആലൂ കി സബ്ജി റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. നമുക്കങ്ങ് ഓഫ് ചെയ്തേക്കാം. ഞാൻ റൊട്ടിയുടെ കൂടെ കഴിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.